യുനെസ്കോയുടെ പൈതൃക സ്ഥാനം ലഭിച്ച നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന 3 ദർബാർ സ്ക്വയറുകളിൽ ഒന്നാണ് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ, അതല്ലെങ്കിൽ ബസന്തപൂർ ദർബാർ സ്ക്വയർ. അപ്പോൾ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് അഭിഷേകാണ്. അപ്പോൾ ഞാനും അഭിഷേകിന്റെ ബൈക്കിനാണ് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ കാണാൻ വേണ്ടി പോകുന്നത്. ഇതാ കാണുന്നത് ദറാഹാറ ടവറാണ് കേട്ടോ. അതിന്റെ ടോപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഠ്മണ്ഡു സിറ്റി മുഴുവനായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ നേരെ ബസന്തപൂർ ദർബാർ കാണാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പം വണ്ടി ഞങ്ങൾ ദറാഹാറ ടവറിന്റെ അടുത്ത് വെച്ചിട്ട് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിലൊക്കെ ഓരോ മാർക്കറ്റുകളാണ് കേട്ടോ. ഗോൾഡിൻ്റെ മാർക്കറ്റ്, അതുപോലെ തന്നെ തുണീൻ്റെത്, ഇലക്ട്രോണിക്സ്, എല്ലാം ഹോൾസെയിൽ മാർക്കറ്റാണ്. നിങ്ങൾക്ക് കുറേ ഷോപ്പുകൾ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഞാൻ അവിടെയുള്ള മാർക്കറ്റുകൾ കണ്ടിട്ട് അവസാനം ബസന്തപൂർ ദർബാർ സ്ക്വയർ, അതല്ലെങ്കിൽ കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൻ്റെ അടുത്തെത്തി. അവിടെ ഇന്ത്യക്കാർക്ക് ഒരാൾക്ക് 500 നേപ്പാളി വരുന്നുണ്ട് കേട്ടോ ടിക്കറ്റ് ചാർജ്. അങ്ങനെ 500 നേപ്പാളി കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. കാഠ്മണ്ഡു റോയൽ പാലസിന് മുന്നിലായിട്ടാണ് ഈ ദർബാർ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. വളരെ അത്ഭുതപരമായ കലാവൈഭവങ്ങൾ നിറഞ്ഞ മരപ്പണിയാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പികളുടെ ശില്പത്താലും ഈ ദർബാർ സ്ക്വയർ മൂടപ്പെട്ടിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കുറെ ആളുകളൊക്കെ അവിടുന്ന് റീല് ചിത്രീകരിക്കുകയായിരുന്നു. പിന്നെ ദർബാർ സ്ക്വയറിന്റെ ഫ്രണ്ടിലായിട്ട് കുറെ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസിന്റെ തെരുവ് കച്ചവടം ഉണ്ടായിരുന്നേ. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും അമ്പലങ്ങൾ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ള സിറ്റികളിൽ ഒന്നാണ് കാഠ്മണ്ഡു എന്ന്. അപ്പോൾ നിങ്ങൾ കാഠ്മണ്ഡുവിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും കൂടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.